2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തി ബി.ജെ.പി. വീണ്ടും മോദി മുദ്രാവാക്യവുമായി പ്രചാരണ വീഡിയോ പുറത്തുവിട്ടു. രാമക്ഷേത്രം നേട്ടമായി കാണിക്കുന്നതിനൊപ്പം അനുച്ഛേദം 370 റദ്ദാക്കിയത് ചരിത്രപരമെന്നും വീഡിയോയിൽ. നാളെ അയോധ്യയിൽ മോദിയുടെ റോഡ് ഷോയുണ്ട്. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, ഈ പ്രചാരണ വീഡിയോ ഇപ്പോൾ ഇറക്കിയ സാഹചര്യം എന്താണ് നാളത്തെ മോദിയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? വേണു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള പരിപാടികളിലേക്ക് ബി.ജെ.പി. കടന്ന് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ മുഖമാക്കി നിർത്തിക്കൊണ്ട് ബി.ജെ.പി. അവരുടെ പ്രചരണ പരിപാടികൾ, ദൃശ്യ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഗാനം പുറത്തിറക്കിയിരിക്കുന്നത്. 3 സംസ്ഥാനങ്ങളിൽ നേടിയ വിജയം, അതിന് തുടർച്ച എന്ന രീതിയിൽ അതേ ഊർജം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ശ്രമമാണ് ബി.ജെ.പി. നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വീഡിയോയിലെ ഗാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവദാനങ്ങൾ പാടുന്ന വിധത്തിലാണ് ഈ ഗാനങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞ വാക്കുകളെല്ലാം പാലിക്കുന്ന വിധത്തിൽ ഭരണം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്ത് സുസ്ഥിരമായിട്ടുള്ളൊരു സർക്കാർ ഉണ്ടായിരിക്കുന്നു. രാജ്യത്ത് ക്രമസമാധാന നില സംബന്ധിച്ചും രാജ്യത്തിന്റെ പരമാധികാരം സംബന്ധിച്ചും ഉള്ള കാര്യത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. കശ്മീർ അടക്കമുള്ള വിഷയങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. രാമക്ഷേത്രം അടക്കം യാഥാർത്ഥ്യമായി. അങ്ങനെ പറഞ്ഞ വാക്കുകളെല്ലാം മോദിയുടെ ഗ്യാരണ്ടിയായി യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതടക്കം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്, പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുകയാണ് ഈ ഗാനത്തിന്റെ ലക്ഷ്യം. ഇതിന് തുടർച്ച എന്ന രീതിയിലാണ് ഇനി അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലും ബി.ജെ.പി. പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി നാളെ അവിടെ അന്താരാഷ്ട്ര വിമാനത്താവളം അടക്കമുള്ള പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനാണ് എത്തുന്നത്. ആ ഘട്ടത്തിലാണ് റോഡ് ഷോയും നടക്കാനായി പോകുന്നത്. വലിയ റോഡ് ഷോ ആയിരിക്കും അയോധ്യയിൽ നടക്കുന്നത്. ആ റോഡ് ഷോയുടെ ഊർജം രാജ്യത്ത് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ കാര്യങ്ങളെ കൊണ്ടുപോവുകയും തുടർന്ന് ഉദ്ഘാടനമടക്കമുള്ള ദിനങ്ങളിൽ അയോധ്യ ഒരു പ്രധാന വിഷയമാക്കി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ബി.ജെ.പി. കടക്കുകയും ചെയ്യും. അങ്ങനെ അയോധ്യയിലെ രാമക്ഷേത്രം, അയോധ്യയിലെ വികസനം, ഇവയെല്ലാം ബി.ജെ.പിയാണ് യാഥാർത്ഥ്യമാക്കിയത് എന്ന സന്ദേശം രാജ്യത്ത് തന്നെ വലിയ രീതിയിൽ ബി.ജെ.പിക്ക് ഹിന്ദു അനുകൂല സമീപനം ലഭിക്കും എന്ന പ്രതീക്ഷയാണ് ദേശീയ നേതൃത്വത്തിന് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമതൊരു തവണ കൂടി ബി.ജെ.പിക്ക് അധികാരത്തിൽ വരാൻ അത് വലിയ രീതിയിൽ ഗുണകരമാകും എന്ന് ബി.ജെ.പി. കരുതുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിധത്തിലുള്ള നടപടികൾ ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന്. വേണം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.